ಇನ್ಶಾ ಅಲ್ಲಾ ಕ್ಲುಪ್ತ 8 ಗಂಟೆಗೆ ಸರಿಯಾಗಿ ಅಂತಾರಾಜ್ಯ ಮಟ್ಟದ ಬುರ್ದಾ ಸ್ಪರ್ಧಾ ಕಾರ್ಯಕ್ರಮ ಈ ಭವ್ಯ ಅಲಂಕಾರವಾದಂತಹ ತಾಜುಲ್ ಉಲಮಾ ವೇದಿಕೆಯಲ್ಲಿ ನಡೆಯಲಿಕ್ಕಿದೆ. ನೇರ ಪ್ರಸಾರವನ್ನು CCN ಚಾನೆಲ್ನಲ್ಲಿ ತಮಗೆ ವೀಕ್ಷಿಸಬಹುದು. ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಮ್ಮ ಜಮಾತಿಗೆ ಒಳಪಟ್ಟ ಎಲ್ಲ ಜುಮಾ ಮಸೀದಿಯ ಖತೀಬ್ ಉಸ್ತಾದ್ರವರು ಮುಖ್ಯ ಅತಿಥಿಗಳಾಗಿದ್ದಾರೆ. ಅದುವಲ್ಲದೆ KSRO sunniOnline.com ಇದರಲ್ಲೂ ಕೂಡ ನೇರ ಪ್ರಸಾರವನ್ನು ಎಲ್ಲರಿಗೆ ವೀಕ್ಷಿಸಬಹುದಾಗಿ ತಿಳಿಸಿಪಡ್ತಾ ಇದ್ದೇವೆ. ಇದೀಗ ನಮ್ಮ ಇಂದಿನ ಕಾರ್ಯಕ್ರಮದ ಮುಖ್ಯ ಅತಿಥಿಗಳೋರ್ವರಾದಂತಹ ಬಹುಮಾನ್ಯರಾದ ಸುನ್ನಿ ಜಮಿಯತುಲ್ ಉಲಮಾ ಇದರ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಆಗಿರತಕ್ಕಂತಹ ಬಹುಮಾನ್ಯರಾದ ವಲಹೂರ್ ಮೊಹಮ್ಮದ್ ಉಸ್ತಾದ್ರವರನ್ನು ಪ್ರಭಾಷಣಕ್ಕಾಗಿ ವೇದಿಕೆಗೆ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين آمنوا أشد حبا لله. صدق الله المولانا العظيم. എല്ലാ നിലക്കും ബർക്കത്താക്കപ്പെട്ട ഒരു സദസ്സിലായിട്ടിക്കട് ഞങ്ങൾ കൂടിയിട്ടുള്ളത്. മലയാള പ്രസംഗ പിന്നെ രണ്ട് നടക്കമുള്ളത് കൊണ്ടിട്ട് ബ്യാരി ഭാഷയിൽ അയങ്ങ നല്ലുണ്ട് ചെന്നത് കൊണ്ടിട്ട് ನಾನು ബ്യാരി ഭാഷയിലായിട്ടിക്കട് തെല്ല വിശേഷമാണ് ഉദ്ദേശിക്കുന്നത്. മഹാനായ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് അങ്ങ് കിടന്നിട്ടുള്ള ഈ ജാഗ മഹാനായ താജുൽ ഉലമ അങ്ങ് ഞങ്ങളെ വിട്ടിട്ട് തെല്ല് ദൂരെ കിടന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളെ സാന്നിധ്യത്തിലെ ഉള്ളൊരു എന്ന പറച്ച വിശ്വാസമായിട്ടിക്കിട് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ പേരിലെ ഉള്ള താജുൽ ഉലമ വേദിക്കലായിട്ടിക്കിട് ഞങ്ങൾ ഉള്ളത്. അതുകൊണ്ടും ഈ സദസ്സ് എല്ലാ നിലക്കും ബർക്കത്താക്കപ്പെട്ടത്. ധാരാളം സാദാത്യങ്ങളും ആലിമീങ്ങളും വന്നു പോയ ഇപ്പം തെജിട്ടുള്ള ഇവിടുത്തെ ഇൽമു പഠിപ്പാടിനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ടിക്കട് ഇൽമു ചൊല്ലത്. അത് പഠിപ്പാടിനുള്ള മഹാന്മാരായ ഉസ്താദുമാർ ഉള്ള ഈ ഒരു സദസ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളെ കൂട്ടത്തിൽ ഖൈറായങ്ങ ഉത്തമമായങ്ങ ഖുർആൻ പഠിച്ചിട്ട് അത് പഠിപ്പാടിയെന്നുള്ളങ്ങാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നോറും അങ്ങനത്തെ മഹാന്മാർ ഉള്ളതായ സദസ്. അതുപോലെ വലിയ കിതാബോധി പഠിക്കുന്നതായ ആലിം ബിരുദത്തിന് തയ്യാറായിട്ടുള്ള അത് പഠിച്ചുകൊണ്ടുള്ളതായ വലിയ ആലിമീങ്ങളുള്ളതായ ഈ ഒരു കോളേജ് അൽഹംദുലില്ലാഹ് താജുൽ ഉലമ തുടങ്ങി വെച്ചതായ ഹിഫ്ദ് കോളേജും ദഅവ കോളേജും എല്ലാം ചന്തത്തിൽ നടന്നുകൊണ്ടുണ്ട്. ആ മക്കളെ കാണുമ്പോൾ അതും വലിയ ഒരു സന്തോഷത്തെ ഒരു വിഷയടിക്കിട്. വേറെ ജാഗികൾ കണ്ടതുപോലെ ആ മക്കളെ മുകളിൽ നല്ല മന്ദഹാര നല്ല സന്തോഷത്തെ മുഖ കണ്ട് ഈ പവിത്രമായ ജാഗയിൽ അങ്ങ് ഓതിപ്പടിക്കൊണ്ടുള്ള സൗഭാഗ്യം കിട്ടിയതിൽ ആ മക്ക ഭാരി കൊസിയിലുള്ളൊരു സന്തോഷത്തിലുള്ളൊരു അൽഹംദുലില്ലാഹ് ആ മക്ക ഖുർആൻ സമ്പൂർണമായി പഠിച്ചിട്ട് കണ്ടപാഠമാക്കിയിട്ട് അതിലെ സനത് അതിലെ ബിരുദം എടുക്കുന്നത് കാത്തിനുള്ളതായ സന്ദർഭം. അൽഹംദുലില്ലാഹ് എല്ലാ നിലക്കും സന്തോഷത്തെ ഒരു വാതാവരണം ഇടയ്ക്കിടെ ഇവിടെ ഉള്ളത്. ഇത് ഖിയാമത്ത് നാൾ തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്തോഷത്തെ അല്ലാഹു നിലനിർത്തി തരട്ടെ. എല്ലാ നിലക്കും ബറക്കത്തും റഹ്മത്തും അല്ലാഹു തആല ഈ റായത്തുക്ക് ഈ ഒരു സമസ്തക്ക് അല്ലാഹു ചൊരിച്ചു തരട്ടെ. ഇതിലെ നടത്തിരങ്ങക്ക് അല്ലാഹു തആല ആഫിയത്തും ഹിമ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാ നിലക്കുള്ള സന്തോഷം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തുക്കുമെല്ലാം അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് മുസ്ലിം സമുദായ
പലതരത്തിലുള്ള ആഫത്തിലും മുസീബത്തിലും കുടുങ്ങിക്കൊണ്ടുള്ളവർ. ഇനി ഇതിനേക്കാളും യാറമേടിക്കിട് കേൾക്കണുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും അല്ലാഹു കാത്ത് സലാമത്താകട്ടെ. ഞങ്ങളെ പെണ്ണുമക്ക, ഞങ്ങളെ ആണുമക്ക, ബാലക്കാർത്തിങ്ങ വേണ്ട വയസ്സായങ്ങമേ നാളത്തെ നാള് ദീന് തപ്പിയോണ്ടു ഈമാൻ്റെ തൊട്ട് ദൂരത്തായണ്ടിക്കിടവർ കാലത്തായിട്ടിക്കിട ഞങ്ങൾ ഉള്ളത്. ഈ സന്ദർഭത്തിൽ ഞങ്ങളെ സ്വന്തം തടിയും ഞങ്ങളെ പെഞ്ഞായി മക്കളെ തടി ഞങ്ങളെ കുടുംബത്തെ തടിയെ ഞങ്ങൾക്ക് നിയന്ത്രിക്കണോ അവിടെ ഞങ്ങളെ ആയത്തര നിയന്ത്രണത്തിൽ ദീനി ചൗക്കട്ടിൽ ഞങ്ങളെ കടിവാണത്തിൽ ഞങ്ങളെ വെച്ചോണ്ടില്ലെങ്കിൽ ഇന്ന് ഇത്തരല്ല ഇതിനേക്കാൾ ശോചനീയമായ ഒരവസ്ഥയിൽ ഞങ്ങളെ കുടുംബത്തെ, ഞങ്ങളെ മക്കളെ, ഞങ്ങളെ പെണ്ണുങ്ങളെ ഞങ്ങൾ കാണേണ്ടി വരും. സ്വന്തം മാപ്പിളെ കിടന്നുറങ്ങിട്ടിക്കുമ്പോൾ സ്വന്തം പെഞ്ഞായി പാതിരാജാവു കിടാവിടെ മതട്ടിയോണ്ടും ബാഗ് എടുത്തുകൊണ്ടുള്ള പോണുകു ധൈര്യപ്പെട്ടെങ്കിൽ മനസ്സ് കാട്ടെങ്കിൽ ഈ സമുദായ എത്ര അധപതനത്തേക്ക് എത്തിപ്പോയിട്ട് ചൊല്ലത് ഭാരി ഒരു ശോചനീയമായ ഒരു അവസ്ഥ ഇടിക്കണം, ഭാരി ഒരു ബേജാറ് ഒരു വിഷയം ഇടിക്കണം. മാപ്പിളയും പെഞ്ഞായി എന്തെങ്കിലും അകത്യത്തേക്ക് ബജാർക്ക് പോയിട്ടുള്ള സമയത്ത് പെഞ്ഞായി മൊബൈലിൽ മുണ്ടിക്കൊണ്ടിരിക്കുന്നത് മാപ്പിളമാർക്ക് വലിയൊരു അതൊരു ഹെമ്മ ഒരു സന്തോഷത്തെ വിഷയം ഇടിക്കിട്. എൻ്റെ പെഞ്ഞായി വലിയൊരു മൊബൈൽ പിടിച്ചിട്ട് മുണ്ടതിയെന്നെങ്കിൽ അത് അങ്ങനെങ്ങൾക്ക് വലിയൊരു കൊസിയുടെ വിഷയമായിട്ട് അങ്ങ് മനസ്സിലാക്കിയിട്ട്. പക്ഷെ ആ കൊസിയെല്ലാം പെരിയ സെക്കൻഡിലോ നിമിഷത്തിലോ അത് തകർന്നു പോണ്ടു. അവൾ മുണ്ടിക്കൊണ്ടിരിക്കണ പോലെമേ അവളെ ഒരു ബൈക്ക് ബണ്ട് അല്ലെങ്കിൽ കാറ് ബണ്ട് അവൾ ആ കാറിൽ എന്തും അങ്ങ് ബലത്തുകാരാക്കടല്ല, വലിച്ചെടുത്ത് പോണ്ടല്ല, ബലത്തുകാരത്തിൽ തെപ്പാട്ടി പോണ്ടല്ല, സ്വയം പ്രേരിതമായിട്ട് അവൾ കാറുക പറ്റിട്ട് മാപ്പില്ല വിട്ടു കിടാവിടെ വിട്ടിട്ട പോണ്ടാളും. ഇങ്ങനത്തെല്ല ദുരന്ത ഞങ്ങൾ ഈ സമുദായത്തിൽ എത്തിക്കൊണ്ടുണ്ടോ? ഈ നിലക്ക് പോയെങ്കിൽ ഈ സമുദായത്തെ ഒരിക്കലും ഹേലികാവണകൂ രക്ഷപ്പെടണകൂ തെറു ഇല്ലേ ഇല്ല, കാണൂ സാധ്യമേ ഇല്ല എന്നുള്ളത് ഉറപ്പായിട്ടിരിക്കട്ടെ. ഇണ്ട് കാനൂണും ഞങ്ങൾ പരമായിട്ട് ഉണ്ടു ചൊല്ലണക്കും സാധ്യമില്ല. എല്ലാ നിലക്കും ഈ സമുദായത്തേക്ക് വിരുദ്ധാണ്ട് ചൊല്ലണക്ക് ഞങ്ങൾ ചൊല്ല വേണ്ട. ഏതായാലും ഞങ്ങൾക്ക് ദീനിയായ നിലക്ക് ജീവിക്കണക്കുള്ള ഒരവസ്ഥ ഞങ്ങൾക്ക് സാധ്യമാവോ ഇല്ലേ ചൊല്ലത് ഭാരി ബേജാറ് വിഷയിട്ടിരിക്കണം. ഹലാലായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് ഹലാലായ നിലക്ക് അതിനെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് നിങ്ങൾക്ക് സാധ്യമാവോ ഇല്ലേ ചൊല്ലത് ഒരു ഭാരി ബേജാറ് വിഷയം. നിർബന്ധമായിട്ട് അല്ലാഹു അല്ലാത്തതുക്ക് സൂര്യനക അല്ലെങ്കിൽ വേറൊന്നുക സുജൂദിട്ടുക അല്ലെങ്കിൽ വേറൊന്നുക പ്രേരിപ്പിക്കുന്ന ഒരു ചുറ്റുപാടും നിങ്ങൾക്ക് കണ്ടോണ്ട് പണ്ട്. ഇനി ഈ നിലക്ക് പോയെങ്കിൽ എന്താവു ചൊല്ലത് അത് ഞങ്ങൾക്ക് ഊഹിക്കണമെങ്കിൽ സാധ്യമാവാത്ത ഒരവസ്ഥ ഇട്ടിക്കണം. ഇതിക്കുള്ള പരിഹാര ഒന്ന് മാത്രം. ഏത് കാനൂണും ഏത് ഗവൺമെന്റ് വന്നെങ്കിലും ആര് ഞങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ കൈവിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തും പേടിക്കണേ ഇല്ല. വലിയ വലിയ രാജാക്കന്മാരും നിന്നിട്ടും അല്ലാഹുവിന്റെ മഹാന്മാർ എന്തു തൊന്തരാവാണ്ട് അങ്ങനെ രക്ഷപ്പെടുത്തി ജീവിക്കണവും അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണവും ഈ ഭൂമിയിലെ സാധ്യമായിട്ട് ഈ റായത്തിൽ അങ്ങ് സാധ്യമായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് സാധ്യമാവലെ തീർച്ചയായിട്ടും സാധ്യമാവും. മാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾക്ക് പടിപാട്ടി തന്ന ആ ആദർശ അങ്ങനെ പഠിച്ചതായ മഹാന്മാരായ ഇമാമിങ്ങൾ ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങൾക്ക് പടിപാടി തന്ന ആദർശ ഞങ്ങൾ കൈ വിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കും സലാമത്തുണ്ടാവും, രക്ഷ ഉണ്ടാവും ചൊല്ലുക യാതൊരു സംശയമില്ല. ഒന്നാമതായിട്ട് ഞങ്ങളെ വിശ്വാസ ഈമാൻ വർപ്പിക്കണം. വാന്തും ലഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ടുണ്ടെങ്കിൽ നിങ്ങമേ മേലെയായങ്ങ, നിങ്ങമേ ഉന്നതന്മാർ. നിങ്ങളെ സോപ്പാടുണക്ക് ഒരു ശക്തിക്കും ഇവിടെ സാധ്യമല്ല. കഴിഞ്ഞ കാലത്തുള്ള അനുഭവ മഹാന്മാരായ
ഇമാമിങ്ങളുടെയും ഔലിയാക്കന്മാരെയും ചരിത്രത്തെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ, മഹാനായ സയ്യിദ് മദനി തങ്ങളെ ചരിത്രം പരിശോധിക്കുമ്പോൾ, ഞങ്ങളെ റായത്തും കേരളത്തിലും ഇവിടെ ഈ ദുനിയാവിലെയുള്ള ഔലിയാക്കന്മാർ ചരിത്രം പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഈമാനും അങ്ങനെ തഖ്വയിട്ടിക്കിട് ആരെ എതിർലും അങ്ങ് സോളു വരാത്തത്, പേടിക്കേണ്ട ഒരവസ്ഥ ദുർഗത്തി അങ്ങ് എത്താത്തത്, അങ്ങനെ ഈമാൻ അങ്ങ് സലാമത്താക്കുക സാധ്യമായിട്ട് അങ്ങനെ ദീൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയ ആ ക്രമമെന്ത് അതേ ക്രമത്തിൽ നടക്കണം, അവസാനം അതേ നിലക്ക് മരിക്കണുക സാധ്യമായി. അങ്ങനെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങളെ ഈമാൻ അല്ലാഹു സലാമത്താക്കട്ടെ. ഇന്ന് ഞങ്ങളിൽപ്പെട്ട പലരെയും അവസ്ഥ എന്തിരുന്നെങ്കിൽ അള്ളാഹുവിലെ വിശ്വാസം കുറഞ്ഞ പോലെ, അള്ളാഹുവിലെ ഒരു തവക്കുലില്ല, പൂർണ്ണമായ ഭറവസയില്ല, അള്ളാഹിലെ ഉറച്ച വിശ്വാസമില്ല. എല്ലാ കമ്പ്യൂട്ടറും അതേപോലെ മൊബൈലും യന്ത്രങ്ങളുമായി ടിക്കറ്റ് അങ്ങനെ അവലംബിച്ചതായ വസ്തു അതായിട്ടിക്കട്, എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയുമായി ടിക്കറ്റ് അങ്ങ് അവലംബിച്ചത്, പത്രത്തിൽ വന്ന വാർത്തയായിട്ടിക്കട് വലിയ വിശ്വാസം അള്ളാഹുവിന്റെ ഖുർആനും ഹദീസും വിശ്വാസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നത് അത്ര വലിയ വിഷയമല്ല. പത്രത്തിൽ എന്തെങ്കിലും വന്നെങ്കിൽ അതായിട്ട് വലിയ വിഷയ, വാട്സപ്പിൽ വന്നതായിട്ട് വലിയ വിഷയ. ഈ നിലക്ക് ഈ സമുദായം പോയിട്ട് അള്ളാഹുവിലെ വിശ്വാസം കുറഞ്ഞുകൊണ്ട് പോണ്ട്. ഇന്ന് പ്രസവ ചൊല്ലത് ഒരു രോഗമായി മാറിയിട്. യഥാർത്ഥത്തിൽ പ്രസവ ചൊല്ലത് ഒരു പ്രകൃതിയായിട്ട് രോഗമല്ല. 6 തിങ്കൾ ഗർഭ ഒരു ഒരു ഉമ്മയുടെ ഒരു പെണ്ണായവളെ വയത്തിൽ ഒരു കിടാവ് കുറഞ്ഞിട്ട് 6 തിങ്കൾ വേണം. ഏറിയെങ്കിൽ 4 വർഷത്തോളം ആ കിടാവ് ഭയത്തിൽ ബാക്കിയാവാം. അങ്ങനെ ഇന്നിട്ടും ഇണ്ട് ഭയങ്കരമായ പേടിയായിട്ടിക്കിട്. ആ 4ാമ പെത്തില്ലെങ്കിൽ ഭയങ്കരമായി പോകും, അപകടം സംഭവിച്ചു, അപായമായി പോകുന്നുണ്ടല്ല. പേടിപ്പാട്ടിറങ്ങുള്ളവരും പേടിക്കിടങ്ങുമായിട്ടിക്കടി യാറുള്ളത്. തെല്ലും അള്ളാഹു വിശ്വാസമേ ഇല്ല. ഒരു തെല്ലും വിശ്വാസം ഒരു നാലങ്ങ് ചെന്നാലെങ്കിൽ കാത്തറ നോക്ക എന്താ ചൊല്ലത് ഒരു വിശ്വാസം ഇല്ല. തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ നാൻ ഏൽപ്പിച്ച ചൊല്ല. അങ്ങനെ അത് രോഗമായിട്ടേ മാറി. ആ സമയത്ത് അത് തെല്ലൊരു 4 ഏറിപ്പോയെങ്കിൽ പേടിപ്പാട്ടിറങ്ങുള്ളവരും ധാരാളമായിട്ട് പേടി കൽബിൽ കുടുങ്ങി പോകണം. ഒരു തെല്ലും പടച്ചവനിൽ വിശ്വാസമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമായിട്ട് ഇരിക്കുന്നുള്ളത്. അതുപോലെ മരിച്ച മയ്യത്തിനെയും കൊണ്ടുപോകേണ്ട ആസത്തിനെ കേട്ടിരിക്കും. രോഗിയായ മനുഷ്യ, ആ രോഗം പിടിപ്പെട്ട മനുഷ്യ അവൻ മരിക്കണം കണക്കാക്കി സാധാരണ ആൾക്കാർ അങ്ങനാവാത്ത ചൊല്ലത് അത് അള്ളാഹുവിലുള്ള വിശ്വാസം ഇല്ലാത്തതിന് കാരണ അത് ശൈത്താൻ അവന്ന് പ്രേരിപ്പിക്കുന്നതായ അവർ ശൈത്താന്റെ പ്രവർത്തനമായിട്ടിക്കട് പ്രേരണയായിട്ടിക്കണത്. തീർച്ചയായിട്ടും എങ്ങനെയാവില്ല, അള്ളാഹ് കണക്കാക്കിയതേ ആവിടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യക്ക് ആയുസ് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആയുസ് തീർന്നോടത്തോളം ബാക്കിയാവേ. പക്ഷെ ആശുപത്രി കൊണ്ടുപോകണം എന്തിനു വേണ്ടിയിട്ടും
ആ രോഗിക്ക് സഹിക്കുനാവാത്ത നൊമ്പലയുന്നെങ്കിൽ നാണ് കുമ്പോളിൽ പഠിച്ചുകൊണ്ട സമയത്ത് അടിക്കട് കുമ്പോൾ ദർസൽ മുത്തല്ലിമായി പഠിച്ചുകൊണ്ട സമയത്ത് അടിക്കട് അണ്ടത്തെ ഉറൂസിൽ ഇങ്ങനത്തെ വഴല് കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ നാണ് മണ്ണിരുന്ന ഞാൻ തിരിച്ചു പോകുമ്പോ അവിടെ ഗേട്ടില് ബസങ്കടി ഗേറ്റുണ്ടല്ലോ അവിടെ ആ ഗേറ്റിലൂടെ ഒരു ലോറി അടിക്ക് ഉറൂസ് വന്ന ആൾക്കാർ വയലുക്ക് വന്ന ആൾക്കാർ ഇങ്ങനെ മെസ്സിയാർത്ത് വന്ന ആൾക്കാർ ഒന്നായിട്ട് ആ കാറിന്റെ അടിക്ക് പോയിട്ട് എല്ലാവരും മനസ്സിലായിരുന്നു. അതിൽ ഒരു ചെറിയ കിടാവ് മാത്രമേ ഇടിക്കിട് ബാക്കിയായത്. ഞങ്ങൾ പോകുമ്പോ ആ സംഭവം നടന്നിട്ട് തെല്ലുനാരായിട്ട് എത്രയോ കാഴ്ച നിങ്ങൾ കണ്ടോണ്ടിരിക്കട. വലിയ ഒരു സെരണ്ടിക്ക് പോകണ്ടോ അവിടെ എല്ലാ കാറ് പൊടിപൊടിയായിട്ടിക്കട് മനുഷ്യന്മാർക്ക് എന്തായിട്ടിക്കില്ല. അല്ലെങ്കിൽ ചെറിയ ഒരു ഇങ്ങനെ ജാരിട്ട് പൂളിന്റെ മാത്രം ആ കാൽ ഒടിഞ്ഞിട്ടായിട്ടിക്കട് കൈ ഒടിഞ്ഞിട്ടായിട്ടിക്കട് എന്ത് അതേ സന്ദർഭത്തിൽ എന്തായിട്ടിക്കില്ല. എന്തായിട്ടിക്കടത് മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. അങ്ങനത്തെ വിശ്വാസം വേണോ? അള്ളാഹു ഉദ്ദേശിച്ചത് ഇവിടെ ഉണ്ടാവടോ. ഇന്ന് മാഷാ അല്ലാഹ് ചൊല്ല എന്തിനൊക്കെയായിട്ട് അവ കെട്ടുമ്പോഴത്തേക്കും അത് കണ്ണ് തട്ടാണ്ടിക്കൊണ്ട് കായിട്ടയക്കണത്. അവ കെട്ടിറങ്ങൽ അവത്ത് കണ്ണ് തട്ടാണ്ടിക്കൊണ്ട് കൂട് മാഷാ അല്ലാഹ് വിചാരിച്ചിട്ട് അതുക്കുള്ളതല്ല. അത് ഇങ്ങനെ കണ്ണ് തട്ടാണ്ടിക്കൊണ്ട് ഇങ്ങനെ കൽബ് കണ്ണ് തട്ടാണ്ടിക്കൊണ്ട് കഴിക്കട്. കൽബ് ഇവിടെ വിശ്വാസം ഉറപ്പിക്കൊണ്ടുള്ളത് ആ പരിശുദ്ധമാക്കടുള്ള പേര് ആ മാസം ഇത് അവ കെട്ടുമ്പോ 10 മതിൽ തൂക്കി വെക്കേണ്ടതല്ല. അവിടെ കാക്ക തൂരി വെക്കും, ജനങ്ങൾ അവിടെ ചവിട്ടി പോകും, മനുഷ്യന്മാർ അതിനേക്കാൾ മേലെ പറ്റി പോണ്ടറും. ആ നിലക്ക് പടച്ചവന്റെ ദിക്റ് നിസ്സാരമാക്കുന്നത് കാരണമായി പോകും. അതുപോലെ കുറെ വാഹനത്തിൽ ദിക്റ് സ്റ്റിക്കർ 10 വാട്ടർ സുബ്ഹാനല്ലദീ സഖർ ലനാ ഹാദാ അതോ അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലെ അല്ലാഹു അക്ബർ ഇങ്ങനത്തെ ദിക്ർ എന്താക്കരുത്. സ്റ്റിക്കർ 10 വാട്ടർ വാടകൊന്തുണ്ട എല്ലാരും തെച്ചിട്ടുള്ള പിറകത്തെ സീറ്റ് പിറകത്തെ വടക്കേടിക്ക് 10 വാട്ടരുത്. എത്ര വിലയെ അവമാനമായിട്ടിക്കണത്. പടച്ചിറപ്പയുടെ പേര് പിറകിലാ വെക്കേണ്ടത്. അള്ളാഹുവിന്റെ പേര് മേലല്ല വേണ്ടത്. അള്ളാഹുവിന്റെ പേര് മുമ്പിലല്ല വേണ്ടത്. അള്ളാഹുവിന്റെ പേര് നിസ്സാരമാക്കിയിട്ട് പിറകിൽ 10 വാട്ട ഉള്ളതാ.
അങ്ങനത്തെ സ്റ്റിക്കർ ഒരിക്കലും കാറിലോ വാഹനത്തിലോ പെറവത്ത് 10 പാടൊടുക്ക് തീരാൻ